ചോക്ലേറ്റുകൾ ഇഷ്ടമില്ലാത്തവരായി ആരാണുള്ളത്? ചെറിയ കുട്ടികൾ തുടങ്ങി ഏത് പ്രായക്കാരുടെയും ഇഷ്ടക്കാരനായ ഈ ചോക്ലേറ്റ് എങ്ങനെയാണ് അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഉണ്ടാക്കുന്നതെന്നറിയാമോ? ഈ ചോക്ലേറ്റ് ഉണ്ടാകുന്ന മരം കണ്ടിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരങ്ങൾ ഈ വീഡിയോയിലുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു ജൈജൂസ് ഹോം വീഡിയോസ്. ചോക്ലേറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന ഇൻഗ്രീഡിയൻ്റായ കൊക്കോ ബീനുകൾ ഉണ്ടാകുന്നത് ഈ കാണുന്ന കൊക്കോ മരങ്ങളിലാണ്. ചൂടുകൂടിയ കാലാവസ്ഥയുള്ള പ്രദേശങ്ങളിലാണ് ഈ കൊക്കോ കൃഷി കൂടുതലായിട്ടുള്ളത്. വിളഞ്ഞു പാകമായ കൊക്കോ കായകൾ പറിച്ചെടുക്കലാണ് ചോക്ലേറ്റ് നിർമ്മാണത്തിലെ ആദ്യത്തെ പടി. അതിനുശേഷം ഈ കായകൾ ഒരു കത്തിയോ മറ്റോ ഉപയോഗിച്ച് പൊട്ടിക്കുകയും അതിനുള്ളിലുള്ള ബീനുകൾ വേർതിരിക്കുകയും ചെയ്യുന്നു. ഈ വിത്തുകൾ അല്ലെങ്കിൽ കുരുക്കളുടെ പുറത്തായി വെളുത്ത നിറത്തിലുള്ള ഒരു കവചമുണ്ട്. നമുക്ക് ഈ വിത്തുകളെ കൊക്കോ ബീൻ എന്ന് വിളിക്കാം. ഈ കൊക്കോ ബീൻസ് വൃത്തിയാക്കിയെടുക്കുന്നതാണ് അടുത്ത പ്രോസസ്സ്. കൊക്കോ ബീൻസ് ഈ വെളുത്ത പാടയോടുകൂടി ചെറു ചൂടുള്ള അന്തരീക്ഷത്തിൽ ഒരാഴ്ചയോളം അടച്ചു വെച്ച് സൂക്ഷിച്ചാൽ ഫെർമെന്റേഷൻ നടക്കുകയും ഈ വിത്തുകൾ സ്വയം വേർതിരിയുകയും ചെയ്യും. ഈ സമയത്താണ് കൊക്കോ ബീനുകൾക്ക് അവയുടെ ഡാർക്ക് ബ്രൗൺ നിറം ലഭിക്കുന്നത്. ഇനി ഈ വിത്തുകൾ വൃത്തിയാക്കിയെടുത്ത് വെയിലിൽ അല്ലെങ്കിൽ ഡ്രയറിൽ ഉണങ്ങിയെടുക്കണം. നന്നായി ഉണക്കിയെടുത്ത കൊക്കോ ബീൻസ് ആണ് ചോക്ലേറ്റ് നിർമ്മാണത്തിലെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ്. ഈ കൊക്കോ ബീൻസ് പാകത്തിന് വറുത്ത് പൊടിച്ചെടുത്ത് ആവശ്യത്തിനുള്ള മധുരവും പാലും എല്ലാം ചേർത്ത് പാകപ്പെടുത്തിയെടുക്കുമ്പോഴാണ് നമ്മുടെ എല്ലാം ഇഷ്ടവിഭവമായ ചോക്ലേറ്റായി മാറുന്നത്. ഇനി അടുത്ത തവണ മധുരമൂറുന്ന ചോക്ലേറ്റ് നുണയുമ്പോൾ അതിനു പിന്നിലുള്ള അധ്വാനവും കഷ്ടപ്പാടുകളും ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. കൊക്കോ കൃഷി ചെയ്യുന്ന പാവം കർഷകരുടെ വിയർപ്പിന് നല്ല മധുരമാണെന്ന് നമുക്ക് തിരിച്ചറിയാം. ചോക്ലേറ്റ് നിർമ്മാണത്തിലെ ആരും പറയാത്ത ഈ രഹസ്യങ്ങളും ഈ വീഡിയോയും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? പുതിയൊരു വീഡിയോയുമായി നമുക്ക് അടുത്തയാഴ്ച വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.